എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനൽ വീണ്ടും ആക്റ്റീവ് ആവുകയാണ്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മലയാളത്തിൽ വരാനിരിക്കുന്ന റിലീസുകളിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രമാണ് ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പോയിലെത്താൻ പോകുന്ന തുടരും. ഈ വരുന്ന ഏപ്രിൽ 25-നാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസിന് 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലടക്കം ഓപ്പണാകാൻ പോവുകയാണ്. ആ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. പറഞ്ഞു വരുന്നത്, തുടരുമെന്ന സിനിമയുടെ റിലീസിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ നാളെ രാവിലെ 10 മണിയോടെ തുടങ്ങും. ഹിറ്റ് സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച തരുൺമൂർത്തിയുടെ കീഴിൽ ലാലേട്ടൻ എന്ന മഹാനടൻ എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച താരജോഡികളായ ശോഭനയും ലാലേട്ടനും വീണ്ടും ഒന്നിക്കുമ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. രജപുത്ര ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസറിനും ട്രെയിലറിനും മികച്ച അഭിപ്രായങ്ങളാണ് ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ബിഗ് സ്ക്രീനിൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായ ഷൺമുഖത്തിന്റെ റോളാണ് ചിത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ആരൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യ ദിവസം ഏത് തിയേറ്ററിലാണ് പോകുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.